നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. 2030 ലോകകപ്പ് സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ എന്നീ 3 രാജ്യങ്ങളിലായി നടക്കുന്നു. അതിൽ തന്നെ ലോകകപ്പിൻ്റെ ഫൈനലിന് വേണ്ടി സ്പെയിനും മൊറോക്കോയും തമ്മിൽ വല്ലാത്തൊരു പിടുത്തം നടക്കുന്നുണ്ട്, ബലാബലം നടക്കുന്നുണ്ട്. അപ്പോൾ അത് ആർക്ക് കിട്ടും, സ്പെയിനിന് കിട്ടുമോ മൊറോക്കോയ്ക്ക് കിട്ടുമോ എന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ നേരത്തെ തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ അനുസരിച്ച് ആർക്കത് കിട്ടുമെന്ന് ഇപ്പോഴും ഫിഫ തീരുമാനിച്ചിട്ടില്ല. ഇനി സ്പെയിനാണ് അത് കിട്ടുന്നതെങ്കിൽ സ്പെയിനിന് ആ ഫൈനൽ നടത്താൻ 2 ഇടങ്ങളാണ് സ്പെയിൻ നോക്കി വയ്ക്കുന്നത്. സ്വാഭാവികമായിട്ട് സ്പെയിനിലാണ് നടക്കുന്നതെങ്കിൽ 2 ഇടങ്ങളേ ഉള്ളൂ എന്ന് ഫുട്ബോൾ ആരാധകർക്ക് മുഴുവൻ അറിയാം. അതൊന്ന് ബാഴ്സലോണയുടെ ക്യാമ്പ് നൗ ആണ്. ബാഴ്സലോണയുടെ അതിവിഖ്യാതമായ അതിപ്രശസ്തമായ ക്യാമ്പ് നൗ ആണ്. അവിടെ ഫിഫയുടെ റിക്വയർമെൻറ്റ്സ് ടു ഹോസ്റ്റ് എ വേൾഡ് കപ്പ് ഫൈനൽ അതെല്ലാം ഉണ്ട് എന്നുള്ളതാണ് ക്യാമ്പ് നൗവിലെ മായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. അതേസമയം റയൽ മാഡ്രിഡിൻ്റെ ബെർണബ്യൂ എന്ന് പറയുന്ന സ്റ്റേഡിയവും ലോകകപ്പ് ഫൈനലിന് വേണ്ടി ഇതുപോലെ തന്നെ ക്യാമ്പ് നൗ പോലെ തന്നെ കണ്ടുവച്ചിട്ടുള്ളതാണ് സ്പെയിൻ്റെ റോയൽ സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ബാഴ്സലോണയും റയൽ മാഡ്രിഡും 2 ക്ലബ്ബുകൾ, 2 വമ്പൻ ക്ലബ്ബുകൾ തമ്മിലുള്ള പോരെന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ലോകകപ്പിൻ്റെ ഫൈനൽ തങ്ങളുടെ സ്റ്റേഡിയത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ബാഴ്സലോണക്കാരും റയൽ മാഡ്രിഡുകാരും കൂടിയുള്ള അടി എന്തായിരിക്കും, അതൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ക്യാമ്പ് നൗവിൽ വേണമെന്ന് ബാഴ്സലോണയും അതല്ല ബെർണബ്യൂവിൽ വേണമെന്ന് റിയൽ മാഡ്രിഡും ആണ് പറയുന്നത്. ഇതിൽ റോയൽ സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ്റെ എക്കാലവും ചോയ്സ് എന്ന് പറയുന്നത് ബെർണബ്യൂ ആണ്. റയൽ മാഡ്രിഡിൻ്റെ ബെർണബ്യൂവിൽ നടത്താനാണ് റോയൽ സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ ആഗ്രഹിക്കുന്നത് എന്നത് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. അത്ലറ്റിക്കിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ ബെർണബ്യൂവിൻ്റെ ഒപ്പമാണ്. അപ്പോൾ അത് ഇൻ റീസെൻ്റ് ഇയേഴ്സ് ദ സ്റ്റേഡിയം ഹാസ് അണ്ടർഗോൺ എ സ്റ്റണ്ണിങ് 1.5 ബില്യൺ യൂറോ, 150 കോടി യൂറോ ചെലവാക്കിയിട്ടാണ് ബെർണബ്യൂവിലെ സ്റ്റേഡിയം പുതുക്കി പണിതിരിക്കുന്നത്. എല്ലാം ഉണ്ട് അവിടെ. ഹാസ് ആഡഡ് എക്സ്ട്രാ VIP hospitality and media facilities, a futuristic silver skin and 360-degree digital screens all shown off when it hosted Spain's first NFL game last November. കഴിഞ്ഞ നവംബറിൽ NFL നാഷണൽ ഫുട്ബോൾ ലീഗ്, സ്പെയിനിലെ ഫസ്റ്റ് നാഷണൽ ഫുട്ബോൾ ലീഗ് ഇവിടെയാണ് നടന്നിരുന്നത്. അന്ന് ഇതെല്ലാം ഈ പുതുക്കി പണിത സ്റ്റേഡിയത്തിൻ്റെ അത്യാധുനിക സൗകര്യങ്ങൾ എല്ലാവരും കണ്ടതാണ്. അതുകൊണ്ട് തന്നെ മെനി റീസൺസ്, അങ്ങനത്തെ ഒരുപാട് കാരണങ്ങളുണ്ട് ബെർണബ്യൂ തിരഞ്ഞെടുക്കാൻ സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷനെ സംബന്ധിച്ചിടത്തോളം. 2030 ഫൈനൽ സ്പെയിനിന് ലഭിക്കുകയാണെങ്കിൽ ബെർണബ്യൂവിലായിരിക്കും അത് കൂടുതൽ സാധ്യത എന്ന് പറഞ്ഞു. പക്ഷേ ബാഴ്സലോണയെ നമ്മൾ ഒട്ടും വില കുറച്ച് കാണേണ്ടതില്ല. ക്യാമ്പ് നൗവിന് വേണ്ടി ബാഴ്സലോണയും മുറുകെ പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ എവിടെ കിട്ടിയാലും അത് ആരാധകർ തമ്മിലുള്ള, ബാഴ്സലോണയും റയൽ മാഡ്രിഡ് ആരാധകർ തമ്മിലുള്ള ഒരു വാക്ക് തർക്കത്തിനും രൂക്ഷമായ തർക്കത്തിനും അത് കാരണമാകും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും റോയൽ സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ ബെർണബ്യൂവിനൊപ്പമാണ് എന്നതാണ് അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നത്.